മാജിക് മോർണിംഗ്. Magic morning. Magic morning. Magic Magic morning. morning. ആഹാ, എവിടെ എല്ലാരും? പരമാവധി ആളുകളൊക്കെ ഒന്ന് ക്യാമറ ഒന്നൊക്കെ ഓണാക്കി നോക്കട്ടെ. ഇരുട്ടത്തല്ലാത്തവര് വെളിച്ചത്തേക്ക് വരും. ഇന്ന് നമ്മുടെ ഷൈമിന ലീവാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ക്ലാസ് ചെയ്യുന്നത് ഹസന മാം ആണല്ലേ? ഹസന മാം, വെൽക്കം. Yes, good morning, magic morning. ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് അതെ ചെയ്തോളൂ. അതെ. ഓക്കെ, താങ്ക് യു. എനിവേ, വെരി ഗുഡ് മോർണിംഗ്, വെരി വണ്ടർഫുൾ മാജിക് മോർണിംഗ്. എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? Magic മാജിക് morning, മോർണിംഗ്, ma'am. മാജിക് മോർണിംഗ്. Magic ആ morning. ഓക്കെ ഓക്കെ. Magic ഞാനും morning. വിചാരിച്ചേ, ആ ഓക്കെ, മെഡിറ്റേഷൻ കഴിഞ്ഞ് അങ്ങനെ ഉറക്കത്തിലേക്ക് പോയോ എന്നൊരു സംശയം. എല്ലാരും ഉഷാറാണല്ലോ അതെ. അല്ലെ? ഏതായാലും നമ്മളിത് 4ാമത്തെ തവണയാണ് ഒരുമിച്ച് കാണുന്നത്. ഒരുപാട് സന്തോഷം വീണ്ടും നിങ്ങളെയൊക്കെ കാണാനും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും ഇൻവിറ്റേഷൻ ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറെ മുഖങ്ങൾ വീണ്ടും കാണാൻ സാധിച്ചല്ലോ. സുഖാണെന്ന് വിചാരിക്കുന്നു. സുഖാണ്, സുഖാണ്. സുഖമാണ് മാം. ഓക്കെ. നമ്മൾ സുഖം. ലാസ്റ്റ് ടൈം നമ്മൾ സംസാരിച്ച ടോപ്പിക് ഓർമ്മയുണ്ടോ? ഒരുപാട് പ്രഗത്ഭര് വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാം ഓർത്തിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ പോലും എന്റെ മുഖം അവസാനം കണ്ടപ്പോ എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് ചെറിയ ഹിന്റെങ്കിലും ആരുടെങ്കിലും മൈൻഡിൽ വരുന്നുണ്ടോ? വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടന്റുകളുമായിട്ട് പലരും വന്ന് ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അതൊരു പ്രയാസം തന്നെയാണെന്ന് അറിയാം. നമ്മൾ ലാസ്റ്റ് സംസാരിച്ചത് ജെൻസി പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ ആ ഒരു പാരന്റ്സ് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രയാസങ്ങൾ, ജെൻസി പാരന്റ്സ് എങ്ങനെയാണ്, ആൽഫ പാരന്റിങ് എങ്ങനെയാണെന്നുള്ളതായിരുന്നു. സോറി, എങ്ങനെയാണ് ആൽഫ പാരന്റ്സ് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ. ഏതായാലും ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡൊമിനോ എഫക്റ്റ് ആണ്. ഈ ഡൊമിനോ എന്നുള്ള ടേം ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവാം. എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? ഞങ്ങൾക്ക് ഓഡിബിൾ ആണല്ലോ അല്ലെ? ഡൊമിനോസ് എന്ന് കേട്ടിട്ടുണ്ട്. ആ ഓക്കെ, വെരി ഗുഡ്. അത് തന്നെയാണ് കണ്ടന്റ്. ഈ ഡൊമിനോസിന്റെ പ്രത്യേകത എന്താ? അത് പല പുള്ളികളെയൊക്കെ ഒരേപോലുള്ള പുള്ളികളെ ഒരുമിച്ച് വെക്കുക എന്നുള്ളതാണ്. ഉം അത് തന്നെ. അങ്ങനെയാണ് നമ്മൾ അത് കളിക്ക. കുറെ കട്ടകളാണ്, ചെറിയ ചെറിയ ചതുരക്കട്ടകളാണ് ഈ ഡൊമിനോസ് എന്ന് പറയുന്നത് അല്ലെ? അതെ. അപ്പൊ ഇത് പല രീതിയിൽ കളിക്കാറുണ്ട്. നോർമലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ പുള്ളികൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് അങ്ങനെ കളിക്കുക ചെയ്യാം. അതുപോലെ തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഏതെങ്കിലും ഒരു കട്ട നമ്മൾ തട്ടിയിട്ട് കഴിഞ്ഞാൽ, അതായത് അതിങ്ങനെ അടുക്കിലോ ഒരുമിച്ച് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കട്ട തട്ടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ബാക്കിയുള്ള കട്ടകളൊക്കെ മറിഞ്ഞു വീഴാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അവിടെ സംഭവിക്കാം. നമ്മൾ പ്രോപ്പറായിട്ട് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിയിട്ടാൽ അതിനൊരു അബ്നോർമാലിറ്റി വരും. അപ്പൊ ഈ ഒരു അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു സവിശേഷതകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഡൊമിനോ എഫക്ട് ഏകദേശം ഒരു 1950 കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡൊമിനോ എഫക്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ട്, അതിന് ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതും ആദ്യം പത്രപ്രവർത്തകരൊക്കെയാണ് ഈ ടേം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഈ ടേമിനെ ശാസ്ത്രീയമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയതാണ്. അപ്പോ ഡൊമിനോ എഫക്ട് നമ്മൾ മലയാളത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന്. ഇല്ലേ? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് പറയാട്ടോ. ഇതൊരു വൺ മാൻ ഷോ ആയി കഴിഞ്ഞാൽ ഒരുമാതിരി ബോറടി ആവും. ഒരു 15 മിനിറ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെയും കൂടെ കോപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങാടി തോറ്റവൻ അമ്മയോട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ചിലപ്പോൾ പറയണ്ടാവും ഭർത്താക്കന്മാരോട്, അങ്ങാടി തോറ്റിട്ട് ഇവിടെ വന്നിട്ട് ചാടി കളിക്കണം എന്തിനാന്ന് ചോദിക്കും. അവിടെ തീർത്തിട്ട് പോന്നാ പോരെ, എവിടുന്നെങ്കിലും കിട്ടിയത് ഇവിടെ കൊടുന്ന് കൊട്ടും. അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഇപ്പൊ സ്ത്രീകൾക്കും ഉണ്ട്, കാരണം നമ്മളും പുറത്തിറങ്ങാറുണ്ട്, സ്വാഭാവികമായിട്ടും സോഷ്യലി ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ മൈൻഡിലേക്ക് കയറി കൂടിയാൽ അതൊരു പക്ഷേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, ആ സിറ്റുവേഷനിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മിക്കവാറും സ്പെൻഡ് ചെയ്യുക എവിടെയാണ്? നമ്മുടെ ക്ലോസ് സർക്കിളിലാണ്, നമ്മളുടെ വീട്ടില്, നമ്മുടെ കുട്ടികളോട്, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു കംഫർട്ട് സോൺ എവിടെയാണോ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം കൂടെ, ഈ പ്രഷർ എല്ലാം കൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോ അതിനോട് ഈ ഡൊമിനോ എഫക്റ്റിന് ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഡൊമിനോ എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾ നെഗറ്റീവില് മാത്രം എടുക്കണ്ട, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അതിനെ നമുക്ക്
കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് മൊത്തം മാറും അല്ലേ? നമ്മൾ ഒരുപക്ഷെ അന്ന് സ്വിച്ച് ഓഫ് ആവാൻ സാധ്യതയുണ്ട്, മീൻസ് ഇമോഷണലി നമ്മൾ സ്വിച്ച് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് മറ്റു പലരിലേക്കും, ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ എന്നും സ്ഥിരമായിട്ട് ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 5:30, പ്രത്യേകിച്ചും 5 AM കമ്മ്യൂണിറ്റി എന്തായാലും ഒരു 5 മണിക്ക് എണീക്കുന്നുണ്ടാവും. 5 മണി 5:15 അതിന് മുമ്പായിട്ട് നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ പരിപാടികൾക്കായിട്ട് ഇറങ്ങുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാളും ഒരു 5-10 മിനിറ്റ് നേരം വൈകി എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് എന്തോ ഒരു സ്ട്രെസ് വരും. നമ്മൾ വിചാരിച്ച പോലെ അന്നത്തെ പ്രഭാത കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്കന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ അടുക്കളയിലേക്ക്, ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിലേക്ക് കയറുന്നു, അവിടെ കയറി പാത്രങ്ങളൊക്കെ ഒരു പക്ഷെ അലങ്കോലമായി കിടക്കുന്നുണ്ടാവാം, അതിനോടുള്ള ഒരു പ്രയാസം ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ ഭരണം, അല്ലെങ്കിൽ നമ്മുടെ പ്രതികാര നടപടികൾ. ആ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയതാണ് ഇതിന്റെയൊക്കെ കാരണം. പിന്നീട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒരുപക്ഷെ ഇടിപിടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഉണ്ടാക്കിയ ഭക്ഷണം കരിഞ്ഞു പോകും. പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകാനുണ്ടാവും, അവർക്ക് ഇത് വെച്ച് വിളമ്പി കൊടുക്കും. കുട്ടികൾ പറയും ഇത് എന്ത് സാധനമാണ്. അപ്പോ കുട്ടികളോട് 4 ചാടിക്കളിക്കൽ, ഇത് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എണീറ്റ് വന്നൂടെ, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ആ എഫക്റ്റുമായിട്ടാണ് കുട്ടികൾ എങ്ങോട്ട് പോകുന്നത്, സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ എവിടേക്കാണോ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ കുട്ടികളുടെ മനസ്സിലും ഈ പറയുന്ന ആ രാവിലത്തെ ഒരു നെഗറ്റീവ് എനർജി കയറി കിടക്കുന്നുണ്ടാവും. ഇനി നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹൂഎവർ ആരാണോ പങ്കാളി, ഇത് സ്ത്രീകളെ പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ അങ്ങനെ പോകുന്നേ ഉള്ളൂ, ഇത് പുരുഷനും ബാധകമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് ഹസ്ബൻഡിനോട് ഇതിന്റെ ബാക്കി ചാടിക്കലേ അവിടെയാണ്. അത് കഴിഞ്ഞാൽ ഹസ്ബൻഡും ഇതേ എനർജി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് ആരാണോ ഈ കുട്ടികള്, ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും ആദ്യം കാണുന്നുണ്ടാവുക. ഈ ഒരു ടെൻഷനും സ്ട്രെസ്സും കൊണ്ടാണ് കുട്ടികൾ പോകുന്നത്. അത് നേരെ എവിടെ കൊണ്ടുപോയി കൊട്ടും? ആ കുട്ടികളുടെ സർക്കിളിലേക്ക് പോകും. ഹസ്ബൻഡ് നേരെ ഇത് എവിടേക്ക് കൊണ്ടുപോകും? അവരുടെ സർക്കിളിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ചെയിനായിട്ട് ഒരുപക്ഷെ നമ്മൾക്ക് വന്ന ഒരു ചെറിയ വീഴ്ച അന്നത്തെ ഒരു എൻ്റയർ സൊസൈറ്റിയുടെ തന്നെ, അതായത് നമ്മളുമായി കണക്ട് ചെയ്ത് ആരൊക്കെ പ്രവർത്തിച്ചോ അവരിലേക്കൊക്കെ ഒരുപക്ഷെ സ്പ്രെഡ് ആവാൻ സാധ്യത ഉണ്ടല്ലോ. 100% സ്പ്രെഡ് ആവും എന്നല്ല പറയുന്നത്, എന്നാലും ഒരു പരിധിവരെ ഈ ഒരു നെഗറ്റീവ് എനർജി ഈ പറഞ്ഞ എല്ലാ സൈക്കിളിലൂടെയും അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് ഡൊമിനോ എഫക്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ കട്ട വീണതാണ്. ആ കട്ട വീണത് കൊണ്ട് അത് അവിടെ മാത്രം അവസാനിച്ചില്ല, എന്ത് ചെയ്തു? അത് ആ ഒരു എൻ്റയർ കമ്മ്യൂണിറ്റിയെ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പോയി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഡൊമിനോ എഫക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അതാണ് ഇപ്പൊ നമ്മുടെ ആവശ്യം. നമുക്കിത് എങ്ങനെ പോസിറ്റീവ് ഡൊമിനോ എഫക്റ്റ് ആക്കി മാറ്റണം, ഇതിൽ നെഗറ്റീവ് ഡൊമിനോ എഫക്റ്റിനെ എങ്ങനെ ഒഴിവാക്കണം, ഇതാണ് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡൊമിനോ എഫക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കീ സ്റ്റോൺ ഹാബിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. കീ സ്റ്റോൺ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ നേരത്തെ നമുക്ക് മെഡിറ്റേഷന്റെ ടൈമിൽ സാറ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ബ്ലെസ്ഡാ. നമുക്ക് എല്ലാവർക്കും എന്തൊക്കെയോ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഈ പറഞ്ഞ പ്രപഞ്ച ശക്തിയെന്നോ ദൈവം എന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എബിലിറ്റി എന്താണോ അത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെയോ ഈ ലോകത്ത് നേടിയെടുക്കാൻ സാധിക്കും. നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് എന്തൊക്കെയോ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ അത് ഒരു രാവിലെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാവൂല. നമ്മൾ തുടങ്ങുന്ന ചെറിയ ചെറിയ 5 മിനിറ്റുകൾ അല്ലെങ്കിൽ വളരെ ചെറിയ ചില കാര്യങ്ങൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ പറഞ്ഞ നമ്മളുടെ അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും വേണ്ട, നമ്മളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങാം. അവിടുന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ ഏതായാലും ഒരു 30-40 കഴിഞ്ഞവരായിരിക്കും ഏറെക്കുറെ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആവേണ്ട സമയമാണ്. അപ്പൊ നമുക്ക് തുടക്കം എങ്ങനെ ആവാം? രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്കൊരു ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം സമാധാനത്തിൽ ഇരുന്ന് കുടിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മളുടെ ഹെൽത്ത് കോൺഷ്യസ് ആവുക, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടം അവിടുന്ന് ആവട്ടെ. അതിന് നമ്മൾ ഒരു പക്ഷേ എന്നും വൈകി എണീറ്റ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 മിനിറ്റ് നമുക്ക് റിലാക്സ് ചെയ്യാൻ കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു 5 മിനിറ്റ് നമ്മൾ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാളും 5 മിനിറ്റ് നേരത്തെ എണീറ്റ് തുടങ്ങണം. നമ്മൾ വിചാരിക്കുകയാണ് പൊതുവേ 8 മണിക്കുള്ളവരൊന്നും ഈ കമ്മ്യൂണിറ്റിയിൽ ഇല്ല, എന്നാലും വെറുതെ പറയാന്ന് മാത്രം. 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഇങ്ങനെ ആയാൽ പോരാ, എനിക്ക് ഒരു 5 മണിക്ക് അല്ലെങ്കിൽ ഒരു 5:30 എണീക്കണം. അപ്പൊ ഒറ്റയടിക്ക് ഇയാൾക്ക് 5 മണിക്ക് എണീക്കാൻ ഒരുപക്ഷെ പ്രയാസം ഉണ്ടാവും. എന്ത് ചെയ്യാം? ആദ്യം 8 മണിക്ക് എണീറ്റിരുന്ന ആൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മുന്നോട്ടേക്ക് വരട്ടെ. 7:50 അല്ലെങ്കിൽ 7:55 എണീറ്റോട്ടെ. പിന്നെ അത് പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ലൈഫിലേക്ക് ഇങ്ങനെ കൊടുന്ന് ഒരു 5-10 മിനിറ്റ് ബാക്കിലേക്ക് വലിച്ച് നമുക്ക് 5 മണിയിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ 5:30 എത്തിക്കാൻ പറ്റും.
ഒറ്റയടിക്ക് എല്ലാം കൂടെ നേടിയെടുക്കണം എന്ന് വിചാരിച്ചാൽ അതൊരു പക്ഷേ പോസിബിൾ ആവണമെന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ടെൻഷനും ഇല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എനർജി എന്തായാലും നമ്മുടെ ലൈഫിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല സമാധാനത്തിൽ വെള്ളം കുടിക്കുന്നു, പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. അപ്പൊ ആ ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടി. ആ ഭക്ഷണം ഉണ്ടാക്കി നല്ല സന്തോഷത്തോടെ നമ്മുടെ മക്കൾക്കോ ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് പങ്കാളിക്കോ വിളമ്പി കൊടുക്കുന്നു. ആ ഒരു എനർജി നമ്മളുടെ പങ്കാളിയിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മക്കളിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. സ്വാഭാവികമായും ഇത് എവിടേക്കും പോകും, നെക്സ്റ്റ് അവര് പോകുന്ന കമ്മ്യൂണിറ്റിയിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യും. എന്നും ദേഷ്യം പിടിച്ച് നേരം വൈകി എണീറ്റ് വന്നിരുന്ന നമ്മള് അന്ന് ഒരു ദിവസം നമ്മളുടെ മക്കൾക്കോ നമ്മളുടെ പങ്കാളിക്കോ സന്തോഷത്തോടെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയെ സന്തോഷത്തോടെ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് സമീപിക്കുമ്പോ, ഇത് ആണിനും പെണ്ണിനും ബാധകാട്ടോ. ഞാൻ ഒരിക്കലും പെണ്ണ് മാത്രം വെച്ച് വിളമ്പി കൊടുക്കുന്നു എന്നുള്ള സെൻസിലല്ല പറയുന്നത്, രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ മാറ്റുമ്പോ അവിടെ ഭയങ്കര ഒരു ഇമ്പാക്റ്റാ വരാൻ പോകുന്നത്. ഒരു ചെറിയ നീക്കേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്നും എണീക്കുന്നതിനേക്കാളും ഒരു 5 മിനിറ്റ് നേരത്തെ എണീറ്റു നല്ല റിലാക്സ് ആയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന്റെ എഫക്റ്റ് വരുന്നത് ഭയങ്കര. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് അവിടെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് ഒരു 66 ഡേയ്സ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ട്. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഹാബിറ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് നമുക്ക് നേടിയെടുക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം നമുക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ 1-2 ദിവസം ചെയ്തതുകൊണ്ട് അത് സക്സസ് ആവാൻ സാധ്യതയില്ല. അത് നമ്മളൊരു 66 ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു സക്സസ്ഫുൾ അച്ചീവ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അതൊരു മടുപ്പുമില്ലാതെ അത് എന്നും നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ എന്നും ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, എന്നും കുളിക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, അങ്ങനെ നമ്മൾ സ്ഥിരം ഭക്ഷണം കഴിക്കുന്നു, ഇതുപോലെ നമ്മളുടെ ലൈഫിന്റെ ഭാഗമാക്കി നമുക്ക് ഒരിക്കലും പിന്നീട് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 66 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സൈക്കിള് ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് അതിലൊരു മടിയും ഇല്ലാതെ അത് ചെയ്യാൻ സാധിക്കാൻ സന്നദ്ധമാവുള്ളൂ. അപ്പൊ ഇതാണ് 66 റൂൾസ് എന്ന് പറയുന്നത്. ഇതിന് ചിലപ്പോഴെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു മടിയില്ലാതെ ഒന്നിൽ നിന്ന് തുടങ്ങാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആങ്കർ പോയിന്റ്. ആങ്കർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുക്ക്, അതായത് കൂട്ടിക്കിണക്കുക എന്നുള്ളതാണ്, കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്നും ചെയ്യുന്ന, നമ്മളിപ്പോ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ നമ്മൾ ഒന്നല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രാത്രി കിടക്കാൻ പോകുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഫോൺ നോക്കുന്നതിന് പകരം ഞാൻ എന്നും എന്ത് ചെയ്യും, ഡയറി എഴുതും. അതായത് ഓൾറെഡി നമ്മൾ ഫ്രീ ആവുന്ന ആ ഒരു കുറച്ച് സമയം ഉണ്ടല്ലോ, അതിനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ ഫോൺ കാണുന്നു, ഫോണും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഫോൺ കാണുന്ന സമയത്ത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമേ ഞാൻ ആ ഒരു സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ എന്നൊരു നിബന്ധന വെക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ നമ്മൾ അടുക്കളയിൽ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ കഞ്ഞി തിളക്കുന്ന, അല്ലെങ്കിൽ ചോറ്, ഉപ്പേരി, എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ചിലപ്പോൾ ഇടക്കിടക്ക് ഇളക്കിയിട്ടില്ല എന്ന് നിങ്ങൾ പണി പാടും, എന്നാൽ ചോറായിക്കോട്ടെ. അപ്പോ ചോറുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയമുണ്ട്. ആ ഒരു കുറച്ച് സമയം, ഇപ്പൊ എല്ലാവരും റൈസ് കുക്കറൊക്കെയാണ്, അത് വേറെ വിഷയം. അപ്പൊ എന്നാലും നോർമലി നമ്മൾ പറയാം, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുന്ന ആ ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പ് ഞാനൊരു പത്രം വായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി നമ്മൾ രാവിലെ തന്നെ നിർബന്ധമായിട്ടും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ രാത്രി തന്നെ നിർബന്ധമായിട്ടും ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ചെയ്യണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന സമയത്തിൽ അതിനോടൊപ്പം എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നിലേക്ക് അതിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് പതുക്കെ പതുക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. ഇനി ചിലപ്പോഴെങ്കിലും നമ്മുടെ ബഡ്ജറ്റുകളും കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര മാനസിക തകർച്ച വരാം. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിനെ നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എവിടെയാണോ നമ്മൾ അത്യാവശ്യമല്ലാത്ത, നമ്മൾ പൊതുവേ പറയാറുണ്ട് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സംഭവം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്ന്, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ, അത്യാവശ്യമുള്ളതാണോ, അതോ ഇത് അനാവശ്യമാണോ. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്റെ ബഡ്ജറ്റിനെ എവിടെ നിർത്തണം എന്നുള്ളത്. ഇനി നമ്മൾ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാവാം നമ്മൾ വാങ്ങുന്നത്, പക്ഷെ അനാവശ്യമായിട്ട് നമ്മളൊരു വെറുതെ
ഒരു സാരി വാങ്ങി, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങി, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങി. അത് അത്ര അത്യാവശ്യമുള്ള ഒരു സംഭവം അല്ലായിരുന്നു നമ്മുടെ ആ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഈ ഒരു സാരി വാങ്ങിയ ആ സാരിയോട് ഒതുങ്ങുന്നില്ല നമ്മുടെ ബഡ്ജറ്റ് കാൽക്കുലേഷൻ എന്നുള്ള. നമ്മുടെ ആ കട്ട സാരിയാണെന്നുണ്ടെങ്കിൽ ആ സാരി വാങ്ങുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് തപ്പണം, പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്കുള്ള ഓർണമെന്റ്സ് തപ്പണം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഇങ്ങനെ ഒരു കട്ടയിൽ നിന്ന് അടുത്ത കട്ടയിലേക്ക് ഇങ്ങനെ തട്ടി 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 പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഫോണോ എന്തോ വണ്ടിയോ എന്തോ ആയിക്കോട്ടെ, അപ്പൊ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ബാക്കിയും ഒരുപാട് ചെലവുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്യേണ്ടെന്നല്ല, നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നുള്ള രീതിയിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ നമ്മുടെ ബഡ്ജറ്റിനെ മാനേജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൊമിനോ എഫക്ട് അവിടെയും എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം, നമ്മുടെ പ്രൊഡക്റ്റീവ്, ഈ സമയം എന്ന് പറയുന്നതിന്റെ അത്ര ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു സംഭവം വേറെ ഇല്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ എന്നുള്ളത്. അതായത് സമയവും തിരമാലകളും കാലവും എന്ത് ചെയ്യാറില്ല, ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. ആ സമയത്തിന്റെ ഒരു പകുതിയിലധികവും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ ഡിജിറ്റൽ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഫോൺ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കെണിയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ആ ഒരു ടൈമിനെ മാനേജ് ചെയ്യാൻ എഫക്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ ഇനിയിപ്പോ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫോൺ നമ്മുടെ കൈയകലത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. അത് നമുക്ക് സാധ്യമായാൽ അതൊരു ചെറിയ സ്റ്റെപ്പാണ്. അത് നമുക്ക് സാധ്യമായ ഒരു പരിധി വരെ നമുക്ക് സക്സസ് ആവാൻ പറ്റും, നമ്മുടെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫോൺ ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പിന്നെയും അതിലിങ്ങനെ നോക്കിക്കിടന്ന് നമ്മുടെ സമയം പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇത് എവിടെ നേരം വൈകിക്കും, രാവിലെ എഴുന്നേൽക്കുന്നതിന് എഫക്ട് ചെയ്യൂലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാത്രി നമ്മൾ ടൈം ടേബിൾ സെറ്റ് ആക്കി വെച്ചാൽ 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഞാൻ കിടന്നുറങ്ങും എന്ന് സെറ്റ് ആക്കിയാൽ നമുക്ക് രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 5:30 എഴുന്നേൽക്കാൻ പറ്റും എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫോണിനെ കുറച്ച് ഒന്ന് എണീറ്റ് പോയി എടുക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസിലേക്കെങ്കിലും വെക്കുക. അപ്പൊ എന്ത് ചെയ്യും, അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കണം എന്നൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അർജന്റ് ആയിട്ട് നമ്മൾ അറിയുന്നത് ഫോൺ വഴിയാണ്. ചിലപ്പോൾ അത്രയും എമർജൻസി കോള് ചിലപ്പോൾ നമുക്ക് വന്നേക്കാം. അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത്, അതായത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പരിധിയിൽ വേണം. അപ്പൊ നമ്മുടെ കൈയകലത്ത് നിന്ന്, അതായത് നമുക്ക് ഇങ്ങനെ കയ്യെത്തി പിടിക്കാൻ പറ്റാൻ പാടില്ല, ഒന്ന് എണീറ്റ് പോയി എടുക്കാൻ പറ്റുന്ന രീതിയിലാവണം. അപ്പൊ ആ കിടപ്പൊന്ന് എണീക്കാൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് പ്രയാസം തോന്നും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തോളും, ഉറങ്ങാൻ തയ്യാറായിക്കോളും എന്നുള്ള. അപ്പൊ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ, പിന്നെ നമുക്കറിയാം ഒരുപക്ഷെ രാവിലെ ഒരു എമർജൻസി മീറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എണീറ്റ ഉടനെ ഇന്ന് എന്തെങ്കിലും അർജന്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാവും ഫോൺ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ ആ ഒരു സെക്കൻഡ് നോക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ബ്രെയിന് പിന്നെ പോകുന്നത് നേരെ എങ്ങോട്ടാ, ഒരു മെസ്സേജ് നോക്കി, അപ്പൊ അവിടെ ഒരു ലിങ്ക് കണ്ടു, ആ ലിങ്കിൽ കയറി, അപ്പൊ ഇൻസ്റ്റയിൽ കയറി, ഇൻസ്റ്റയിൽ നിന്ന് നേരെ യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ കയറി പോയി 5 മിനിറ്റ് എന്ന് വിചാരിച്ച ആൾ ഒരു പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ടാവും പിന്നെ അവിടുന്ന് എന്ത് ചെയ്യുന്നത്, ഇറങ്ങുന്നത്. അപ്പൊ അവിടെയും നമുക്ക് സമയനഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ തന്നെ കുറച്ച് എഫേർട്ട് എടുത്ത് മാനേജ് ചെയ്യാന്നുള്ള. നമ്മൾ പറഞ്ഞു 66 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് തന്നെ പതുക്കെ പതുക്കെ മാനേജ് ചെയ്യാൻ നോക്കിയാലേ നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള. നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു രാവിലെ പുഞ്ചിരിച്ച് നോക്കിയേ. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയത് തന്നെ നിങ്ങളോടൊപ്പം ഞാൻ തുടങ്ങിയത് ചിരിയുടെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടാണ്. ചിരി വെറും ഒരു ചിരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, വെറുതെ നമ്മുടെ മസിൽസിനെ ചിരിക്കുകയാണെന്ന് തോന്നിപ്പിച്ചാൽ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് രീതിയിലുള്ള ഹോർമോൺ ബൂസ്റ്റിംഗ് സംഭവിക്കും, ഡോപ്പമൈൻ ബൂസ്റ്റിംഗ് സംഭവിക്കും. നമ്മുടെ ബ്രെയിൻ തെറ്റിദ്ധരിക്കും, ഇത് ഞാൻ ചിരിക്കുകയാണ്, അപ്പൊ കുറെ റിലാക്സേഷൻ ഹോർമോണുകൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ മറ്റുള്ളവരിലേക്കും നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊന്ന് ചിരിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കഴുത്തറക്കാൻ വേണ്ടി പുറമെ ചിരിച്ച് ഉള്ളില് വേറെ ചിന്തിക്കുന്നതല്ല, നമ്മൾ നോർമലി സത്യസന്ധമായിട്ടൊന്ന് ചിരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യും, ഭയങ്കര എനർജിയാ കൊടുക്കുക. നമ്മളൊന്ന് നന്നായിട്ട് ചിരിച്ച് മസിലൊന്നും പിടിക്കാതെ ചിരിച്ചാൽ എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നൊന്നും വിചാരിക്കാതെ, അങ്ങനെ തന്നെ മനസ്സാരൊക്കെ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, വിധുബാലത്തി മാമൊക്കെ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എനിക്ക് സ്പ്രെഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഭയങ്കര. അപ്പോ അത്തരത്തിൽ നന്നായിട്ടൊന്ന് ചിരിച്ച് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈ ഡൊമിനോ എഫക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ മതി, വളരെ ചെറിയ ഒരു 5 മിനിറ്റ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ വരുത്തുന്ന മാറ്റം തന്നെ നമുക്ക് ഭാവിയിലേക്കുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്നാണ് ഇന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. നല്ല പോസിറ്റീവ് എനർജി നമുക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ടും ചില സമയത്ത് നമുക്ക് മൂഡ് സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാലും അതിനെ പരമാവധി നമ്മൾ നമ്മളുടെ കൺട്രോളിലേക്ക് തന്നെ ഒതുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഡൊമിനോ എഫക്റ്റിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ കേട്ടോ. മനസ്സാറെ സ്റ്റാർട്ട് ചെയ്തോ.
പ്രശ്നമ്മ വളരെ നന്നായിരുന്നു. വളരെ സ്പീഡില് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒന്നും ഒഴിവാക്കാതെ ശരിക്ക് അതിന്റെ ആ ഗുണം നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഡോമിനോ എഫക്റ്റ് എന്താണ്, എന്തിനാ ഡൊമിനോസ് എന്ന് പറഞ്ഞാല് നമ്മളത് തുടക്കം എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാനും നമ്മളെ ജീവിത വിജയത്തിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതില് ശരിക്ക് നമ്മൾ ആരോഗ്യ കാര്യം തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട. മാം പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ തിരക്ക് പിടിച്ച് കുടിക്കലല്ല, വളരെ മാം പറഞ്ഞ പോലെ റിലാക്സ് ചെയ്തിട്ട് സമാധാനത്തോടെ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു തുടക്കം തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ആ ദിവസത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു ശാന്തത സ്വഭാവത്തോട് കൂടിയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ കുട്ടികളിലേക്കും മറ്റുള്ള ആളുകളിലേക്കൊക്കെ എത്തിച്ച് സമൂഹത്തിലേക്ക് തന്നെ അതൊരു നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ ഭക്ഷണം എന്ത് കാര്യത്തിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളെ ബഡ്ജറ്റ്, സമയം, അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാവുന്നതാണ്. അപ്പം പിന്നെ ഈ സ്മൈലിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ കാര്യം പ്രത്യേകം ഇപ്പം പറഞ്ഞപ്പോഴാണ് മാഡത്തിന്റെ പഴയ ഒരു ക്ലാസ് ഓർമ്മ വരുന്നത്. ആ ചിരിന്റെ കാര്യത്തിൽ ഒരു ക്ലാസ് എടുത്തിരുന്നല്ലോ. അപ്പൊ അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി ഒന്ന് ബൂസ്റ്റ് ആവാനോ ഒന്ന് എനർജി കിട്ടാനോ. ഇത്തരം ചെറിയ അനുഭവങ്ങളും ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ നമ്മളിലേക്ക് ലഭിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിലേക്ക് എത്തുകയും നമുക്കൊരു നല്ല എനർജി പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മെസ്സേജും കൂടി ഉണ്ട്. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു മാം. ഓക്കെ, താങ്ക് യു അടുത്ത സർ, ആൾ താങ്ക് പറഞ്ഞോളൂ. യു സോ മച്ച്. അടുത്ത ആൾ പറഞ്ഞോളൂ. മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാ. എപ്പോഴും പെട്ടെന്ന് ദേഷ്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ആരോടും പ്രകടിപ്പിക്കാൻ പറ്റൂലല്ലോ മറ്റുള്ളവരുടെ. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മളോട് തന്നെയാണ് പലപ്പോഴും ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നങ്ങളും നമ്മൾ കാണിക്കുന്ന അടുക്കളയിലായിരിക്കും. ഇന്നത്തെ ക്ലാസ് പറഞ്ഞപ്പോൾ ഒക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് അതാ. പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറി വരുന്നവരോട് നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിൽ വന്നതോടെ ഒരുപാട് മാറ്റമായി. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ്സാണ്. ചിരിക്കുമ്പോൾ തന്നെ ബ്രെയിനിനെ ഓർമ്മിപ്പിക്കുക, ബ്രെയിനിനെ മണ്ടപ്പെടുത്തുക. ഞാൻ ഇപ്പോൾ അങ്ങനെയാ ചെയ്യുന്നത്. സങ്കടം വരുമ്പോഴാ ഞാൻ ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ചിരിയിലോട്ട് എത്തുക. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. അടുത്ത ആൾ പറഞ്ഞോളൂ. ആ ഇത് മാഡം പറഞ്ഞോളൂ. ഓ നല്ല ക്ലാസ് ആയിരുന്നു മാഡം. മാഡം പറയും പോലെ രാവിലെ തന്നെ ഒരു 5 മിനിറ്റ് ലേറ്റായി പോയ നമ്മളെ കാര്യങ്ങൾ എണീക്കുന്ന ഒരു 5 മിനിറ്റ് ലേറ്റായി പോയി, അവിടെ തുടങ്ങും പ്രശ്നം. എല്ലാ കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ അടുത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പിന്നെ അത് മാഡം പറഞ്ഞതുപോലെ പിന്നെ അവര് പറയും സ്കൂളിൽ പോവാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ എങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പം ഇല്ല. അപ്പൊ പലപ്പോഴും അത് മാഡം പറഞ്ഞ കറക്റ്റ് ആയ കാര്യമാണ്. അതങ്ങനെ നമുക്ക് സംഭവിക്കാറുണ്ട്. എന്തെങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മൾ എണീക്കണ സമയത്ത് നിന്ന് കാര്യം ലേറ്റ് ആയി പോയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പിന്നെ അങ്ങോട്ട് താമസിക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ദേഷ്യമാണ്. ഈ ഒരു പെട്ടെന്ന് കറക്റ്റ് അവർക്ക് പുറത്ത് അവരെ വിടാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ അത് ആ ദേഷ്യം അവരുടെ അടുത്താണ് തീർക്കണം. അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ കിടക്കുന്ന പാത്രമായിരിക്കും എടുത്ത് മുട്ടിക്കൊണ്ട് വരുന്നത്. പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ മാഡം പറഞ്ഞ പോലെ ബഡ്ജറ്റ് നമുക്ക് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ എന്ന് നോക്കിയിട്ട് ചെയ്യണമെന്നുള്ളത്. നേരത്തെയൊക്കെ എന്ന് പറയുമ്പം ആവശ്യമില്ലെങ്കിലും വെറുതെ കാണുമ്പോ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെക്കുക, പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുക. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്കത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ചിരിക്കുന്നത് കഴിയുന്നതും ഇപ്പൊ അങ്ങനെ ചിരിക്കാൻ ശ്രമിക്കാറുണ്ട്. മാഡം മുമ്പ് പറയുമ്പോൾ ചിരി എന്ന് പറയുമ്പോഴത്തേക്കും അത് വെറുതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മളിപ്പം പലപ്പോഴും അത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ മറന്നു പോവാറുണ്ട്, ചിരിക്കാൻ തന്നെ മറന്നു പോവാറുണ്ട്. അങ്ങനെയല്ല, എന്നാലും ഇപ്പൊ അത് ശ്രമിക്കാറുണ്ട്. അപ്പോ എന്തായാലും കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറെയൊക്കെ പോസിറ്റീവാക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. പലപ്പോഴും ഇപ്പൊ പിള്ളേർ തന്നെ പറയാം ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നേരത്തെ പോലെ അല്ല. എന്തിനും ഏതിനും പെടുത്തറിയുന്ന സ്വഭാവം അതൊക്കെ കുറെ മാറിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്, മാഡത്തിന്റെ ക്ലാസ് സൂപ്പർ ക്ലാസ്. താങ്ക് യു. താങ്ക് യു മാം. മാമിന് സുഖമില്ലേ തോന്നുന്നുണ്ടല്ലേ? ജലദോഷം ഉണ്ട്.
ഓക്കെ. വേറെ ഇനി ആരോ മേഘ പറയണ്ടോ? മേഘ പറഞ്ഞല്ലോ അല്ലേ? ഹലോ, താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയാ നല്ലൊരു ചേഞ്ചസ് ജീവിതത്തിൽ വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളത് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ ഒരുപക്ഷെ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് നമ്മളുടെ ലൈഫിൽ അത് നോട്ടീസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്, സൂപ്പർ ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ Thank you. മാഡം, നമസ്കാരം. ക്ലാസ് ഒക്കെ കേട്ടു. തീർച്ചയായിട്ടും മാം പറഞ്ഞ ഓരോ പോയിന്റ്സും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാണെങ്കിൽ നമ്മളിലും ഹാപ്പിനെസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാമെന്ന് മനസ്സിലായി. വെറും ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പേ എണീക്കുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് സന്തോഷത്തോടെ അടുക്കളയിലും അതുപോലെ തന്നെ കുട്ടികളോടും ഭർത്താവിനോടും ഒക്കെ പെരുമാറി ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോസിറ്റീവ് വൈബ് അവരിലും കൊടുത്ത് നമുക്ക് ഫാമിലിയിൽ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഈ എല്ലാ പോയിന്റ്സിൽ നിന്നും മനസ്സിലായി. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. ഇനി ആരാ? മാജിക് മാം. സോറി കേട്ടോ മാം, ഇന്നലെ എനിക്ക് പോസ്റ്റർ സമയത്ത് അയച്ചു തരാൻ ഓ, പറ്റി അതൊന്നും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. വയ്യാണ്ടായിപ്പോയി, അതുകൊണ്ടാണ്. നല്ലൊരു കുഴപ്പമില്ല. ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നമ്മള് ജീവിതത്തിൽ പലപ്പോഴും കടന്നുപോയ ആ ഒരു അവസ്ഥ പറഞ്ഞതൊക്കെ. പക്ഷെ അതിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. വേറെ ഇനി ആരാ? ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോ തുടക്കം നന്നായാല് കൊടുക്കവും നന്നാക്കും എന്നാണ് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം അല്ലെ? ഞങ്ങളുടെ നാട്ടില് അതെ കോട്ടക്കലാണ് എന്റെ സ്വദേശം. തീർച്ചയായിട്ടും. കോട്ടക്കൽ ഈ ആ, രാവിലെ ആയുർവേദശാലന്റെ ഒരു വണ്ടി പോകാറുണ്ട്. അതായത് ഈ ഞാൻ വളവന്നൂരുകാരത്തിയാണ്. കഷായം അരിഷ്ടൊക്കെ ഉണ്ടാക്കിയതിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ആ ചണ്ടി, ആ വേസ്റ്റ് ചണ്ടി ഒരു ലോഡ് കാറ്റിയിട്ട് അവര് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി തട്ടാൻ രാവിലെ തന്നെ ഒരു പോക്കുണ്ട്. അപ്പൊ ആ വണ്ടി പോകുമ്പോ നമുക്കറിയാം ആയുർവേദശാലന്റെ വണ്ടി പോകുന്നുണ്ട്. അത്രക്ക് വാസനയൊക്കെ, നല്ല അരിഷ്ടത്തിന്റെ വാസന ഇങ്ങനെ വരും. അപ്പോ നമ്മൾ എന്താണോ രാവിലെ തന്നെ ആ ഒരു യാത്ര, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുകയാണെങ്കിൽ ആ പോകുന്ന വഴിയിലൊക്കെ ഇതിന്റെ ഒരു ഗന്ധം ഉണ്ടാവും, ഒരു വാസന ഉണ്ടാവും. ആരൊക്കെ കാണുന്നു അവര്, അല്ലെങ്കിൽ നല്ല നല്ല ചിരിച്ചിട്ട് പോകുകയാണെങ്കിൽ ആ ചിരി പോകുന്ന വഴിയിലൊക്കെ കാണുന്നവരോടൊക്കെ ചിരിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ നാട്ടിലെ ആര്യശാലിന്റെ വണ്ടി പോയിട്ടാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയിൽ വന്നത്. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു. ആര്യശാല നമ്മുടെ പ്രൗഡല്ലേ. മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു രാവിലത്തെ? അതെ, ഞാൻ കുറച്ചേ എനിക്ക് കേൾക്കാൻ പറ്റിയുള്ളൂ. അതാ ഞാൻ മെഡിറ്റേഷൻ പറഞ്ഞത് അതൊന്നും ഒരു ഭാഗം കൂടെ നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതിന്റെ ഉപജ്ഞാതാവ് ഞാനാണ് കേട്ടോ, എന്റെ ശബ്ദമാണ്. ഓ, അത് ശരി, സാറാണല്ലേ. ഓക്കെ താങ്ക് യു. ഏതായാലും ഉഷാറായി. ശബ്ദം നന്നായിട്ട് മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് സാർ. അപ്പോ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി ആർക്കൊന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. അല്ല മണി സാറേ, ആർക്കൊന്നും പറയാനില്ലല്ലോ? എന്തെങ്കിലും സംശയങ്ങൾ, എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്നാ വേണ്ടിപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു നമുക്കിന്ന് ലഭിച്ചത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ മണി സാറേ? നല്ല ആർക്കും മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും മാജിക് മോർണിംഗ് നന്നായിട്ട് എനർജി ആയിട്ട് ഇന്ന് പോകാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു താങ്ക് യു മാം. മാഡം. താങ്ക് യു മാഡം.